എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമുക്ക് ജീവിതത്തിൽ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ശത്രുക്കളെ. അതിനൊരു ക്യാപിറ്റലും വേണ്ട, മറിച്ച് നല്ലൊരു സുഹൃത്തുക്കളെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പ്രധാന കാരണം നാം കൂടുതൽ ശത്രുത മറ്റുള്ളവർ നമ്മിലുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നാം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, നാം അറിയാത്തവരെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് നമ്മൾ വേറൊരു സുഹൃത്തിനോട് പറയും. ഈ സുഹൃത്തിൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ഈ കമൻറ്റ്സ് ചെയ്തത്, എന്നാൽ നിങ്ങൾക്കറിയില്ല. സോ ഇതിലെന്ത് സംഭവിക്കുന്നു? നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ മറ്റൊരാളുടെ ശത്രുതയ്ക്ക് കാരണക്കാരാകുന്നു, അല്ലെങ്കിൽ കാരണക്കാരിയാകുന്നു. സോ പ്രധാനമായി ഇനി ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആരോടായാലും, മാതാപിതാക്കളോടോ, ഭർത്താവ് ഭാര്യയോടോ, ഭാര്യ ഭർത്താവിനോടോ, മക്കളോടോ, ബന്ധുക്കളോടോ, സുഹൃത്തുക്കളോടോ എന്ത് സംസാരിച്ചാലും ഒരു നിമിഷം അതിന് മുൻപേ കുറിച്ചൊന്ന് ആലോചിക്കുക. ഇതിൽ ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണോ? ഇത് സംസാരിക്കേണ്ട സാഹചര്യമാണോ? അത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഈ സംസാരിക്കാൻ പോകുന്നത് ഒരു പുനർചിന്ത ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പലരിൽ നിന്നുള്ള ശത്രുത ഒഴിവാക്കാൻ പറ്റും. സോ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ വ്യക്തിയോട് എന്തെങ്കിലും സംസാരിക്കുക. ഇതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയില്ല, നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകും. വളരെ പ്രധാനമാണ്. കാരണം പലരും നമ്മൾ വിഡ്ഢികളായിപ്പോണത്, ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ മനസ്സിലിരിക്കില്ല. നമ്മളെന്തിനാണ് മറ്റൊരു വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഇനിയൊരാളുടെ ശത്രുത നമ്മൾ വാങ്ങിക്കുക? നമുക്കറിയില്ല അവരെക്കുറിച്ച്. അറിയാത്തവരെക്കുറിച്ചാണ് കൂടുതൽ അസഭ്യങ്ങളോ കൂടുതൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാനോ എളുപ്പം. നമുക്ക് നമ്മുടേതായ 100,000 കാര്യങ്ങളുണ്ട്. ഈവൻ കുഞ്ഞുങ്ങളോടായിരുന്നാലും, കുഞ്ഞുങ്ങൾ നമ്മളെക്കാളും വളരെ സെൻസിറ്റീവാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം അത് അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. അവരെല്ലാം ചിന്തിക്കുക, ഞാനിപ്പോൾ എൻ്റെ മോളോടോ പറയുമ്പോൾ കറക്റ്റാണോ, അത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ മിക്കവാറും നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 60 to 70% നിങ്ങൾ പറയാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്വസ്ഥതയാകും. അത് കേൾക്കുന്നവർക്ക്, ആ വാക്കുകൾ കേൾക്കുന്നവർക്കും സന്തോഷമായിരിക്കും. സോ റിഫൈൻ ചെയ്യുക. എന്തൊരു സംസാരം പ്രിപ്പറേഷൻ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞത് ഈ ലൂസ് ദാറ്റ് അൺവാണ്ടഡ് ടോക്ക് എത്ര കണ്ടു ഒഴിവാക്കുന്നു അത്ര കണ്ട് നമ്മൾ സ്വസ്ഥമായിരിക്കും, നമ്മുടെ മനസ്സ് ക്ലിയറായിരിക്കും. എപ്പോഴും നമ്മളറിയാതെ ശത്രുത നമ്മൾ വർദ്ധിച്ചു വയ്ക്കുന്നു. ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇനി മറ്റു നിങ്ങളോട് പലരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് കൂടുതൽ ഓക്കെ എന്ന് പറയാല്ലാതെ കൂടുതൽ അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കുക. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ സബ്ജക്റ്റിനെ നിങ്ങൾ മാറ്റിയെടുക്കുക. 2-3 തവണ ആകുമ്പോൾ അവർ തീർച്ചയായിട്ടും വിചാരിക്കും, ഓ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ആ തോന്നൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ കൂടി അവർക്ക് ഉണ്ടായിപ്പോകും. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരദൂഷണം പറയുക, ഇല്ലാത്ത കഥകൾ ആരെങ്കിലും പറഞ്ഞാൽ അതിന് നമ്മൾ മറ്റൊരാളോട് പറയുക. ഓരോരുത്തർക്കും അവരുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവർ തെറ്റുകൾ ചെയ്തിരിക്കും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാട്ടിക്കൂട്ടിയിരിക്കും. പക്ഷേ അതിനവരെ സമാധാനപരമായി പറയേണ്ട സാഹചര്യമാണെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുക. അതല്ലെങ്കിൽ അവരുടേതായ നല്ലൊരു മൂഡ് വരും. അപ്പോൾ പറയും, അമ്മേ അങ്ങനെ ചെയ്യല്ലേ, അച്ഛോ. നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷനിൽ കൂടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും.
നമ്മൾ ആരെയും വെറുപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. നിങ്ങൾ പറയുന്നത് വാസ്തവമായിരിക്കാം, നിങ്ങൾ പറയുന്നത് കറക്റ്റായിരിക്കും, പക്ഷെ പറയുന്ന സമയം നിങ്ങളൊന്ന് ആലോചിക്കുക, അത് അനുയോജ്യമായ സമയം ആണോ എന്ന്. വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളിൽ നിന്ന് ഒത്തിരി തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഒന്ന് മനസ്സിലാക്കുക, ഈ കുട്ടികൾക്കുള്ളൊരു ജനറ്റിക് പ്രോബ്ലമുണ്ട്. എങ്ങനെയാണ് ആ കുഞ്ഞ് ജനിച്ച് അവരുടെ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കിട്ടിയ ആരിൽ നിന്നുകൊണ്ട് അവരുടെ കുറേയൊക്കെ സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങൾക്കും കാണും. പക്ഷെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയൊരു സിംറ്റം നിങ്ങളുടെ കുഞ്ഞുനാളൊക്കെ ചെയ്തുള്ള തെറ്റുകളായിരിക്കും. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം അവരോടൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വടിയെടുത്ത് ഐ വിൽ ഡു യു ദിസ് തിങ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ദേ ആർ വെരി ക്ലെവർ ദാൻ അസ്. നമുക്കാളും ഭയങ്കര ആധുനിക ലോകത്ത് ജീവിക്കുന്നവരാണ്. സോ ബഹുമാനപ്പെട്ട മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എല്ലാ സഹോദരന്മാരും സഹോദരിമാരോടും ഞാൻ പറയാനുള്ളത്, കഴിയുന്നതും മാക്സിമം ശത്രുത ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും ശത്രുതയെ നമ്മൾ കൂടുതൽ ഒഴിവാക്കുക. നാം അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തിടത്തോളം കാലം ആ കാര്യത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയാതിരിക്കുക. ഇത് വളരെ പ്രധാനം. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു വെരി ബാഡ് ഹാബിറ്റ്സാണ്. മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കുക. നമ്മുടെ നെയ്ബേഴ്സ് എങ്ങോട്ട് പോയി, അവർ പോയ സമയം, അവർ വന്ന സമയം, ഇതെല്ലാം വീക്ഷിച്ച് അവരവിടെ പോയി, അവരിവിടെ വന്ന്, എന്താണ് കാറ് വന്നു, വണ്ടി വന്നു, വായി നമ്മളെന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം? അവർ ദാറ്റ് ഈസ് ദെയർ ലുക്ക് ആഫ്റ്റർ. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് എവിടെയും പോകാം. മറിച്ച് സെയിം തിങ്സ് അവരെ നിങ്ങളെക്കുറിച്ച് വാച്ച് ചെയ്ത് അവർ ഒരു മോശമായ ഒരു സംസാരം മറ്റുള്ളവർ കൂടി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ സഹിക്കില്ല. അപ്പം നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകും. ഈ പെയിൻ തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടാകും എന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ ആവശ്യത്തിന് ഒത്തിരി പണിയുണ്ട്. നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പെടാതിരിക്കുക. നല്ല സുഹൃത്തുക്കളെയും സൂക്ഷിക്കുക. ആരോട് സംസാരിച്ചാലും 100% ഒന്നൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. സോ ആ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും. അതിനെ കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ സന്ദേശം ഇഷ്ടമായാൽ സുഹൃത്തുക്കളോടും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. കാണാം വീണ്ടും അടുത്ത വീഡിയോയിൽ.